കോഴിക്കോട്ടെ കുറ്റിച്ചിറ നല്ല മനുഷ്യരുടെ സ്ഥലമാണ്. പി ഉമ്മർ കോയ, നടുക്കണ്ടി മുഹമ്മദ് കോയ, KP ഉമ്മർ, BV അബ്ദുള്ള കോയ തുടങ്ങിയ മഹാന്മാർ ജീവിച്ച സ്ഥലമാണത്. കുറ്റിച്ചിറയിലെ നല്ല മനുഷ്യരും അവരുടെ കുടുംബങ്ങളും നിരവധി ആളുകൾക്ക് ആശ്രയമായിട്ടുണ്ട്. ഒരു കാലത്ത് എല്ലാവരെയും സ്വീകരിച്ചിരുന്നു കുറ്റിച്ചിറ. അങ്ങനെ കുറ്റിച്ചിറയുടെ പ്രതാപകാലത്ത് അവിടെ വന്നുപെട്ട ഒരാളുണ്ട്. 9ാമത്തെ വയസ്സിൽ നാടുവിട്ട് അവിടെ എത്തിയതാണ്. ഇപ്പോൾ വയസ്സ് ഏതാണ്ട് 90ആയി. സ്വന്തമായി പേരുപോലുമില്ല. കുട്ടികളടക്കം എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് അവൻ എന്നാണ്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ വിന്നുണ്ട്, വേരി നിറയെ കരയൻ്റെ കൽവിൻ്റെ മണിയല്ലേ, അരിമുല്ല പൂമാല പടച്ചവനിരിയിട്ട പൂമരമല്ലേ. കോഴിക്കോട്ടെ ചരിത്രപ്രസിദ്ധമായ കുറ്റിച്ചിറ എന്ന സ്ഥലമാണിത്. ഇന്നാട്ടുകാരൻ അല്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്. വിളിപ്പേര് അവൻ എന്നാണ്. അവനെ കുറ്റിച്ചിറയിലെ പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കും അറിയാം. എല്ലാവരുടെയും പ്രിയപ്പെട്ട അവൻ ഏകനാണ്, ഒറ്റത്തടി. നാട്ടുകാർക്ക് വേണ്ടി ജീവിതം. കിടപ്പ് പീഡിക വരാന്തയിൽ. ഭക്ഷണം ഇന്നാട്ടുകാർ നൽകും. പറയുന്ന ഏത് ജോലിയും കൃത്യമായി ചെയ്യും. കൂലി ചോദിച്ചു വാങ്ങില്ല. കൊടുക്കുന്ന പണം സംതൃപ്തിയോടെ വാങ്ങും. കളവോ വഞ്ചനയോ ഇല്ലാത്ത അവൻ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. എല്ലാവർക്കും എല്ലാ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനും പിടിക്കാനും ഒക്കെ എന്ത് ഏൽപ്പിച്ചാലും, പക്ഷേ ചെവി കുറച്ച് കുറവാണ്. എന്ത് ഏൽപ്പിച്ചാലും മൂപ്പര് എത്ര കരാന്നുണ്ടെങ്കിലും ഏത് കല്ലായിക്കലും എൻ്റെ വീട് പറഞ്ഞാലും മൂപ്പര് അത് അന്വേഷിച്ച് പിടിച്ച് അവിടെ എത്തും. പിന്നെ അതിന് പ്രതിഫലം പറഞ്ഞിട്ട് വാങ്ങുന്ന ഇല്ലാത്തൊരാളിൻ്റെ ഇയാളേ ഉള്ളൂ. ഇയാൾക്കുള്ള പ്രത്യേകത ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ, ഇയാൾ ഒരിക്കലും ഞാൻ തന്നെ ഒരു സ്ഥലത്തൊക്കെ ഒരു 10 കിലോ അരി കൊടുത്തയച്ചിട്ട് എൻ്റെ അടുത്ത് മടങ്ങി വരേണ്ടതാണല്ലോ, ഒരു 10 രൂപയ്ക്കോ 5 രൂപയ്ക്കോ, അത് അയാൾ വന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, അവിടെ നിന്ന് എനിക്ക് 5 രൂപ തന്ന് അതുകൊണ്ട് ഇങ്ങടുത്ത് വന്നില്ലാന്ന്. അതാണത്. പിന്നെ ഇവിടെ ഒരു പൈസൻ്റെ കണക്കോ അയാൾക്ക് പട്ടിണോ പ്രാരാബ്ദമോ ഇവിടെ ഇല്ല. അയാൾക്ക് എന്ത് രോഗം വന്നാലും ഇവിടെ ആളുകൾ ഒറ്റക്കെട്ടാണ്. അതിന് പാർട്ടിയോ മതമോ ജാതിയോ ഒന്നുമില്ല. ജീവചരിത്രത്തിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്നവനാണ് ഈ മനുഷ്യൻ. 9ാം വയസ്സിലായിരുന്നു കോഴിക്കോട്ട് അങ്ങാടിയിലെത്തിയത്. മലപ്പുറം ജില്ലയിലെ മോങ്ങമാണ് സ്വദേശം. അവിടെ നിന്ന് കുതിരവണ്ടിയിലായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര. വലിയ തോതിൽ കൃഷിയും നല്ല കച്ചവടവുമെല്ലാം ഉള്ള കുടുംബത്തിൽ പിറന്ന ആളാണ്. കാതിലും കഴുത്തിലും കാലിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് സമ്പന്നതയുടെ നിറവിൽ കഴിഞ്ഞ കാലം ഇയാൾക്ക് പതിഞ്ഞ ഓർമ്മയാണ്. നമ്മൾ ഈ പയ്യന്മാർ തമ്മിൽ കളിച്ച് നടക്കുക മുറ്റത്തെ. നമ്മളെ വളണ്ട്, മൂതരുണ്ട്, അരയിലുണ്ട്, കൗത്തിലുണ്ട്, കാൽമത്തണ്ടുണ്ട്. നമുക്ക് അത്രേ ഇരുള്ളൂ. കുട്ടിയെ കുതിരമ്പൻ്റെ കുട്ടിയെ കോഴിക്കോട്ട് പോണിയാൽ കയറിന് പോയിക്കോ, നമുക്ക് അത്രേ വരുള്ളൂ. ഇങ്ങോട്ട് ബോരേക്കുണ്ടാണല്ലോ നമ്മൾ കാര്യം. അങ്ങനെ കയറുന്നു കുതിരക്കാരങ്ങോട്ട് അടിച്ച് പിന്നിച്ച്. എങ്ങനെ ഇവിടെ എത്തി, എന്തുകൊണ്ടെത്തി എന്നു തുടങ്ങുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഓർമ്മകൾ ശോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവന് മറുപടികളുണ്ട്. മുസ്ലിയാർ അങ്ങാടിയിൽ ഉപ്പയ്ക്ക് തുണിക്കച്ചവടമായിരുന്നു. ഇവിടേക്ക് തുണിയെടുക്കാൻ വീട്ടിലെ കുതിരവണ്ടി പോകുമ്പോൾ അതിലാണ് മുഹമ്മദ് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തിയത്. വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായി രണ്ടാനമ്മയാണ് കുതിരവണ്ടി കയറ്റി ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പലതവണ തിരിച്ചു പോകാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. ഏതോ വിശ്വാസത്തിന്റെ സ്വാധീനത്തിലാണ് ഈ മനുഷ്യൻ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ തിരിച്ചുപോക്കിന് തനിക്ക് കഴിയില്ലെന്നാണ് ഇയാൾ കരുതുന്നത്. തിരിച്ചുപോകാൻ ഇവിടെ അതിനെന്തോ ചെയ്തു വിട്ടാൽ പോകാൻ മനസ്സില്ലാതെ ഞാൻ പോകാൻ ഒരുങ്ങും. അപ്പോൾ കാല് മുന്നോട്ട് പോണില്ല, കയ്യോട്ട് തന്നെ ഇങ്ങോട്ട് വരിക. അങ്ങനെയാണ്. പ്രേം നസീറിന്റെ അവൻ വരുന്നു എന്ന സിനിമ ഹിറ്റായിരുന്നു. ആ സിനിമ മുഹമ്മദിനും ഇഷ്ടമായി. കണ്ടവരോടൊക്കെ സിനിമയുടെ കഥ പറഞ്ഞു. റാവുട്ടിക്ക എന്ന ഒരാളോടും കഥ പറഞ്ഞു. ആ മനുഷ്യനാണ് അവൻ എന്ന പേർ വിളിച്ചത്. അങ്ങനെ അവൻ വരുന്നു എന്ന സിനിമ മുഹമ്മദിന്റെ പേര് അവൻ എന്നാക്കി. പിന്നീട് ഇന്നാട്ടുകാരെല്ലാം ആ പേർ വിളിച്ചു. നല്ലൊരു പേരുണ്ടായിട്ട് അത് വിളിക്കാതെ മറ്റൊരു പേർ വിളിക്കുന്നതിൽ മുഹമ്മദിന് പരാതിയും പരിഭവമുണ്ട്. എൻ്റെ അമ്മയും ബാപ്പിട്ടൊരു മുഹമ്മദ് ആണ്. നബിൻ്റെ പേര് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പേരിട്ട് പേരില്ല നമുക്ക് വിൽക്കാൻ. അവനും ഇവനൊക്കെ ഒരാൾക്ക് പേരുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഈ മനുഷ്യന്റെ അധ്വാനശേഷി മാത്രം ആവശ്യമായ ചിലർ മുഹമ്മദിനെ പെണ്ണുകെട്ടുന്നതിൽ നിന്ന് വിലക്കി. വിവാഹം കഴിക്കാനേ ഞാനവിടെ പണിയെടുത്ത് അപ്പോൾ മൊലാണ്ടേ പറഞ്ഞത് അതിൻ്റെ മൊലാണ്ട് ആൾക്കാരൊക്കെ അവിടെ വന്ന് നാശാക്കി പറയുമ്പോൾ പറഞ്ഞ് പിന്നെ ഓനെ കൊണ്ടൊക്കെ പെണ്ണെട്ടിക്കണം, ഇങ്ങനെ വയസ്സൊക്കെ ആവും സൂഞ്ഞ. അപ്പം പിന്നെ ആകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇപ്പം പെണ്ണെട്ടിക്കണം. അങ്ങനെ വയസ്സായാൽ മക്കളൊക്കെ നയിച്ചിട്ടുണ്ടോ. അപ്പം പറഞ്ഞ് പിന്നെ ഓലാവെന്ന് പറഞ്ഞോട്ടെ, ഈ ആ ടേബിൾ അടിച്ചുകൂടെ, പിന്നാണെങ്കിൽ കൂടെ വേറെ ഒത്തുകൂടെ, താല്പര്യപ്പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഓലെ നമ്മളെടുക്കുന്ന പണി ഓടി ഇവിടെ നിൽക്കും. അവിടെ ആളുണ്ടാവില്ല ഇത് പണിയെടുക്കും, ഈ കഴുകാൻ നോക്കുന്നത്. അപ്പോൾ ആ ഐഡിയ ഉപയോഗിച്ചാണ് നമ്മളെ കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളിലേക്ക് വെള്ളത്തിനാണ് ആവശ്യമാണ്. അങ്ങനെ ഹോട്ടലിൽ വെള്ളം കൊണ്ട് കൊടുക്കാനും ഇതാക്കാനും നിന്നിട്ട് അങ്ങനെ സമയം വൈകിപ്പോയ ആളാണ്. അന്നത്തെ പഴയ ആൾക്കാർ അവനെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കേണ്ടിയൊക്കെയാണ്. അതൊന്നും അന്ന് പഴയ ആൾക്കാർ ചെയ്തില്ല. അവരുടെ സ്വാർത്ഥതയും കൂടി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അയാൾ കല്യാണം കഴിച്ചിട്ട് മക്കൾ പെണ്ണുങ്ങളെ കൊടുത്തിക്കെടുക്കുക എന്നുണ്ടെങ്കിൽ ഇവർക്ക് വെള്ളം കൊണ്ടി കൊടുക്കാൻ ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാർത്ഥതൻ്റെ വേറൊരു വശം കൂടിയാണ് അയാൾ. കുറ്റിച്ചിറക്കാർക്ക് മുഹമ്മദ് ഇന്നും സ്വന്തക്കാരനാണ്. ഭക്ഷണവും പണവുമെല്ലാം അവർ അവന് നൽകും. ജനിച്ചതല്ലെങ്കിലും സ്വന്തം നാടായിട്ടാണ് അവൻ എന്ന ഈ മനുഷ്യനും കുറ്റിച്ചിറയെ കാണുന്നത്. 14 കുതിച്ചത് വാനത്തോ കല്ലായിക്കടവത്തോ അത് മരാണ്. കണ്ണീരിൽ പോ പിരിഞ്ഞത് മുറ്റത്തോ നാടീ കവളത്തോ തമ്മ ചുണ്ടി തുറന്നത് കരിവെച്ചിര തിന്നിട്ടോ. ആദ്യകാലങ്ങളിൽ ഇവിടുത്തെ ചില വീടുകളിൽ അന്തേവാസിയായിരുന്നു. പിന്നീട് പീഡിക വരാന്തയിലേക്ക് കുടിയേറി. എന്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി തരും. പിന്നെ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മളെ ബ്ലാങ്കറ്റൊക്കെ കൊളുത്തി കൊണ്ടുപോയി വാഷ് ചെയ്ത് തരും. പറഞ്ഞാലൊക്കെ പൈസ കൊടുത്താൽ എല്ലാ വീടുകളിലും പോയിട്ട് അങ്ങനത്തെ എല്ലാ പണിയും എന്ത് പറഞ്ഞാലും ചെയ്തു തരും. പൈസയൊക്കെ കുറച്ച് കൊടുത്താൽ മതി, വലിയ ഭക്ഷണം കൊടുത്താൽ മതി, പൈസയൊന്നും അധികം വേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചോദിച്ച് വാങ്ങുന്നില്ല പൈസ ഒന്നും. വൈകുന്നേരമായി മുഹമ്മദ് ഇന്നത്തെ ജോലികൾ പൂർത്തിയാക്കി. ഉച്ചഭക്ഷണം ഇന്ന് വൈകി. കുറച്ച് കനത്തിൽ തന്നെ വൈകിട്ടുള്ള ഭക്ഷണം കഴിച്ചു. ഇനി സുഹൃത്തുക്കളായ കുട്ടികളെ കാണണം. കുറ്റിച്ചിറയ്ക്ക് തെക്കുള്ള ഒരു പഴയ വീട്ടിലേക്കാണ് യാത്ര. കുട്ടികൾക്കൊപ്പം കടങ്കഥകളും പാട്ടുമായി ഒരു സായാഹ്നം. സമ്പന്നതയുടെ നടുവിൽ ജനിച്ച് സൗഭാഗ്യങ്ങളെല്ലാം കൈമോശം വന്നയാളാണ് മുഹമ്മദ്. നന്മ മാത്രം അവശേഷിക്കുന്ന ഈ മനുഷ്യന് സ്വന്തം പേരെങ്കിലും ഇനി തിരിച്ചു നൽകണം. നല്ലവരായ കുറ്റിച്ചിറക്കാർ ഈ മനുഷ്യനെ മുഹമ്മദ് എന്ന് വിളിക്കണം. ആ വിളി കേൾക്കുമ്പോൾ ഈ മനുഷ്യന് സന്തോഷം ഉണ്ടാകും എന്നതിൽ സംശയമില്ല. മോങ്ങത്തുകാരും ഈ കഥ കാണണം. സ്വന്തം നാട്ടിൽ നിന്ന് പോയ ഈ മനുഷ്യനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ജനിച്ച മണ്ണിലേക്കും അറ്റുപോയ വേരുകളിലേക്കും ഒരുപക്ഷെ മുഹമ്മദിന് മടങ്ങാൻ ഇതൊരു നിമിത്തമാകും. അതുണ്ടാകട്ടെ. ചിലർ ദരിദ്രരായി ജനിച്ച് സമ്പന്നരായി ജീവിക്കുന്നു. മറ്റു ചിലർ സമ്പന്നരായി ജനിച്ച് ദരിദ്രരായി ജീവിക്കുന്നു. മുഹമ്മദ് എന്ന മനുഷ്യന്റെ ജീവിതവും ഇതുപോലെ തന്നെ. നന്മ അവശേഷിക്കുന്നവർ ഇത് കണ്ട് മുഹമ്മദിനെ തിരിച്ചറിയുക. മുഹമ്മദ് എന്ന പേര് ചൊല്ലി വിളിക്കുക. കോഴിക്കോട്ടെ കുറ്റിച്ചിറയിൽ സ്വന്തമായൊരു പേരുപോലും ഇല്ലാതെ കഴിയുന്ന ഏകാഗിയായ വൃദ്ധൻ്റെ കഥ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. 9ാമത്തെ വയസ്സിൽ നാടുവിട്ട് കുറ്റിച്ചിറയിലെത്തിയ മുഹമ്മദ് എന്നു പേരുള്ള ഇദ്ദേഹത്തെ അവൻ എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കുറ്റിച്ചിറക്കാർ അന്തസ്സോടെ അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മുഹമ്മദ് ക എന്ന്. അങ്ങനെ മുഹമ്മദ് കയും അന്തസ്സോടെ വിളി കേൾക്കുന്നു. ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് തയ്യാറാക്കിയ പരിപാടി കാണാൻ രാവിലെ തന്നെ മുഹമ്മദ് ടെലിവിഷന് മുന്നിൽ ഇരുന്നു. കുറ്റിച്ചിറയിലെ ഇഷ്ടക്കാരായ കുട്ടികളും കുറച്ച് നാട്ടുകാരും മുഹമ്മദിനൊപ്പം ടെലിവിഷന് മുന്നിൽ എത്തി. ഗൗരവം അല്പം കലർന്ന മുഖവുമായാണ് പരിപാടി കാണാൻ മുഹമ്മദ് ഇരിപ്പിടം സ്വന്തമാക്കിയത്. കുറ്റിച്ചിറയുടെ പ്രതാപകാലത്ത് അവിടെ വന്നുപെട്ട ഒരാളുണ്ട്. 9ാമത്തെ വയസ്സിൽ നാട് വിട്ട് അവിടെ എത്തിയതാണ്. ഇപ്പോൾ വയസ്സ് ഏതാണ്ട് 90ആയി. സ്വന്തമായി പേര് പോലുമില്ല. കുട്ടികളടക്കം എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് അവൻ എന്നാണ്.
ശബ്ദവും ദൃശ്യവും തടസ്സപ്പെടാത്ത വിധം സൗകര്യമുള്ള ഒരു കസേരയിൽ മുഹമ്മദ് ഇരുന്നു. തന്റെ ദിനചര്യകളെ മാറി നിന്ന് കാണുന്ന പ്രതീതിയാണ് മുഹമ്മദിന് ഈ പരിപാടി നൽകിയത്. ഒപ്പം അഭിപ്രായം പറയാനും ഈ മനുഷ്യൻ മറന്നില്ല. വെരി ഗുഡ് സാർ സാർ. കുറ്റിച്ചിറക്കാർ ഈ മനുഷ്യനെ മുഹമ്മദ് എന്ന പേർ വിളിക്കണമെന്ന് ഞങ്ങൾ പരിപാടിയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. അത് അവർ സുമനസ്സോടെ സ്വീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രായക്കൂടുതലുള്ള മുഹമ്മദിനെ നല്ലവരായ കുറ്റിച്ചിറക്കാർ മുഹമ്മദ് ക എന്ന് വിളിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മി ബാപ്പിട്ടേര് അവനെ എനിക്കിട്ട് ഒരാൾക്ക് ഏരുണ്ടോ? അല്ല, ഇതിൽ സന്തോഷമുണ്ടോ? ഇപ്പൊ ഇനി മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് അതല്ല സന്തോഷം. അവനൊന്നുമില്ലല്ലോ, അതിവനുണ്ടാക്കി വിളിച്ചതല്ലേ. കൂടുതൽ പേരുടെ അറിവിലേക്കായി ഒരു പൊതുചടങ്ങിലൂടെ മുഹമ്മദിന്റെ പേര് പ്രഖ്യാപിക്കാനും കുറ്റിച്ചിറയിലെ നാട്ടുകാർ തയ്യാറായി കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ഉള്ളാണ് അയാളോട് ഒരിക്കൽ നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, എന്താണ് പേരെന്ന് ചോദിച്ചപ്പം മുത്തായ റസൂലിൻ്റെ പേരാണ് എൻ്റെതെന്നും ആ പേര് വിളിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഗദ്ഗതമാണ്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അയാളോട് സംവേദിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഇഷ്ടമുള്ള, നമ്മൾ എത്ര ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു മനുഷ്യനോട് ചിരിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ഖുറാനിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുണ്ടായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഖുറാനിൻ്റെ പാരമ്പര്യം വെച്ച് പുലർത്തുമ്പോൾ ഒരു മനുഷ്യനോട് നമുക്ക് സ്നേഹത്തോട് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് തുടങ്ങേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ തുടങ്ങാനുള്ള ഒരു സംരംഭം ഇവിടുത്തെ സൗഹൃദവേദിയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. താമസിയാതെ മുഹമ്മദിന് 90-ാം വയസ്സിൽ ഒരു പേരിടൽ ചടങ്ങിന്റെ സൗഭാഗ്യം കൂടി ഉണ്ടാകും. ഞങ്ങളങ്ങനെ വിളിക്കാനെന്നാ തീരുമാനിച്ചിരിക്കണേ. ഞങ്ങൾ ഈ പരിപാടി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾ കേട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്നും അത് ഇനി മുതൽ വിളിക്കണമെന്നും എന്നുള്ളത് അദ്ദേഹത്തോട് ഇപ്പോൾ നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എന്നെ മുഹമ്മദ് എന്നുള്ള പേര് വിളിക്കുന്ന എനിക്ക് അതല്ലേ സന്തോഷം. അപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാം കൂടി തീരുമാനിച്ചിരിഞ്ഞപ്പോൾ മുഹമ്മദ് എന്നുള്ള പേര് വിളിക്കാനെന്ന് തീരുമാനിച്ചിരിക്കണേ. അപ്പോൾ അത് എന്ത് വിളിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഈ മൂപ്പരെ നാട്ടുകാർക്ക് ആവശ്യമാണ്. നാട്ടുകാരെ മൂപ്പർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആവശ്യക്കാരനാണ്. വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഒരു സ്വന്തക്കാരനെ നിൽക്കാൻ അയാളെ എല്ലാവരും കാണുന്നത്. മലപ്പുറം ജില്ലയിലെ മോങ്ങമാണ് സ്വദേശം എന്നായിരുന്നു മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഈ വിവരം അറിഞ്ഞ് മോങ്ങത്തെ സാംസ്കാരിക കൂട്ടായ്മയായ ദർശന ക്ലബിന്റെ പ്രവർത്തകർ കുറ്റിച്ചിറയിൽ എത്തി. എന്നാൽ മുഹമ്മദ് മോങ്ങത്തുകാരനല്ലെന്ന് ഇവർ അറിയിച്ചു. അവിടുത്തെ പഴയ ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അവിടെ മുസ്ലിംങ്ങാടി തുണിക്കടയുള്ളതായിട്ടോ പഴയ ആളുകൾക്കൊന്നും അറിവില്ല. ഇയാളെ പിതാവിന് ഇങ്ങനെ കട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളിൽ നിന്ന് എന്തെങ്കിലും നേരിട്ടുള്ള റിസൾട്ടും കിട്ടിയിട്ട് അയാൾക്ക് എന്തെങ്കിലും വല്ല വേരുകൾ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. കൊണ്ടോട്ടിക്കടുത്ത് ചെറയിൽ എന്ന് വിളിക്കുന്ന ചെർളയാവാം മുഹമ്മദിന്റെ നാട് എന്നാണ് കരുതുന്നത്. പ്രായക്കൂടുതൽ കാരണം ഓർമ്മ മങ്ങിയതാവാം മുഹമ്മദിന് സ്വന്തം നാട് തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടാക്കുന്നത്. ഈ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോഴും മുഹമ്മദിന്റെ ടെലിവിഷൻ ദൃശ്യങ്ങൾ കണ്ട് ഈ മനുഷ്യനെ ആരെങ്കിലും തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം. അവർ എന്നെങ്കിലും ഈ മനുഷ്യനെ തേടി എത്തട്ടെ. ഒരു തിരിച്ചുപോക്കിന് അത് വഴിവെക്കുമെങ്കിൽ നല്ലത്. മുഹമ്മദിന്റെ പേരുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇതിൽ മുഹമ്മദ് അങ്ങേയറ്റം സംതൃപ്തനാണ്. അതിന് നിമിത്തമായതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്നാൽ കുറ്റിച്ചിറക്കാർക്ക് മുമ്പിൽ ഇപ്പോഴും മുഹമ്മദിനെ കുറിച്ചൊരു വേദനയുണ്ട്. മുഹമ്മദ് ഇപ്പോഴും കടവരാന്തയിലാണ് അന്തിയുറങ്ങുന്നത്. തണുപ്പും വെയിലും മഴയും സഹിച്ചൊരു ഉറക്കം. ഈ വയസ്സുകാലത്ത് ഇനി ഇത് തുടരാനാവില്ല. അതിനാൽ മുഹമ്മദിനൊരു കിടപ്പാടം ചെറുതെങ്കിലും ഉടൻ തയ്യാറാക്കണം. അതിനായുള്ള ശ്രമത്തിലാണ് സ്നേഹസമ്പന്നരായ കുറ്റിച്ചിറക്കാർ. അത് ഉടൻ യാഥാർത്ഥ്യമാകട്ടെ. ഒരിടത്ത് ജനിച്ച് മറ്റൊരിടത്ത് സ്ഥിരതാമസമാക്കുന്നവർ നമുക്കിടയിലുണ്ട്. പക്ഷേ ജന്മസ്ഥലത്തേക്കാൾ സ്വന്തം മണ്ണായി മുഹമ്മദ് കരുതുന്ന കുറ്റിച്ചിറയിൽ അയാൾക്ക് സ്വന്തമായി ഒരു താവളം വേണം. അത് കുറ്റിച്ചിറയുടെ ചരിത്രത്തിനു കൂടി അനിവാര്യമാണ്.